ഇന്ത്യക്കൊപ്പമോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, 30-ലധികം രാജ്യങ്ങളിൽ 51ഓളം വിവിധ രാഷ്ട്രീയ പ്രതിനിധികളുമായിട്ട് 7ഓളം ഡെലിഗേഷനുകളാണ് യാത്ര പുറപ്പെടുന്നത്. പക്ഷേ വ്യാഴം വെള്ളിയായിട്ടൊക്കെ യാത്ര തിരിക്കും. ശശി തരൂരിന് നേതൃത്വമുള്ള സംഘം ശനിയാഴ്ചയാണ് യാത്ര തിരിക്കുക. ഇന്ന് വിക്രം മിശ്രയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി. അതെ, ലോകം ഇന്ത്യക്കൊപ്പമാണ്. നിശ്ചയമായും ലോകം ഇന്ത്യക്കൊപ്പം നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാൻ്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് അത്രയേറെ മോശമാണ്. എസ്പെഷ്യലി ഈ പഹൽഗാം സംഭവത്തിന് ശേഷം പല തരത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. പക്ഷേ ആ നയതന്ത്ര നീക്കങ്ങളൊന്നും വിജയം കണ്ടിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പഹൽഗാമിലെ ആക്രമണം യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തത് പാകിസ്ഥാനിൽ നിന്നുള്ള തീവ്രവാദി സംഘടനകളാണ് എന്ന കാര്യത്തിൽ ലോകത്തിനൊരു സംശയമില്ല. ഇന്ത്യക്കകത്ത് ഇന്ത്യക്കാർ തന്നെ ഒരു ആക്രമണമോ ആഭ്യന്തര കലാപമോ ഒന്നും ആസൂത്രണം ചെയ്യില്ലല്ലോ. അപ്പം ആ ടെററിസ്റ്റ് ആക്ടിവിറ്റി നടന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആണ്, അല്ലെങ്കിൽ ആ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര സംഘടനകളാണ് എന്ന കാര്യത്തിൽ ലോക സമൂഹത്തിന്, അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു സംശയവുമില്ലെന്നേ. അതിനുശേഷം ഇന്ത്യയുടെ പ്രതികരണം എന്തായിരുന്നു? ഇന്ത്യയുടെ പ്രതികരണം എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് നേരെയും ഭീകര സംഘടനകൾക്ക് നേരെയുമായിട്ടുള്ള ഒരു വ്യോമയുദ്ധത്തിലാണ് ഇന്ത്യ ഒരു സ്ട്രൈക്കിലാണ് ഇന്ത്യ ഏർപ്പെട്ടത്. പക്ഷേ തിരിച്ച് പാകിസ്ഥാൻ്റെ പ്രതികരണം എന്തായിരുന്നു? തിരിച്ച് പാകിസ്ഥാൻ എന്താണ് ലക്ഷ്യം വെച്ചിരുന്നത്? പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് ഇന്ത്യയുടെ വ്യോമ വിമാനത്താവളങ്ങൾ, ഇന്ത്യയുടെ സൈനികാസ്ഥാനങ്ങൾ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കരസേന പറഞ്ഞിരിക്കുന്നത് എന്താണ്? സുവർണക്ഷേത്രം അടക്കം ടാർഗറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തു. എത്ര പേരാണ്, എത്ര മനുഷ്യരാണ് അവിടെ കൊല്ലപ്പെട്ടത്? ആ ദിവസങ്ങളിൽ ഒരു കണക്കെടുത്ത് നോക്കുന്നത് 10-20 സാധാരണക്കാരായ മനുഷ്യരെയാണ് പാകിസ്ഥാൻ സേന കൊന്നെടുത്തത്. പാകിസ്ഥാൻ സേനയാകട്ടോ ഈ ആക്രമണം നടത്തിയത്, പാകിസ്ഥാനിലെ ഭീകരവാദികളല്ല. അപ്പം ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര സമൂഹം തന്നെയാണുള്ളത്. അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് പാകിസ്ഥാൻ്റെ പ്രതിച്ഛായ അങ്ങേറ്റം മോശമാണ്. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് വിഷൻ ഇക്കാര്യത്തിൽ വലിയ സക്സസ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രവുമല്ല, ലോകത്തിന് ബോധ്യമില്ലേ പാകിസ്ഥാനാണ് ഇന്ന് ലോകത്ത് തന്നെ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രങ്ങളിലൊന്ന് എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളതെന്നേ? ഇപ്പോൾ താലിബാൻ്റെ ഉന്നത നേതാവായിരുന്ന, അമേരിക്കയിൽ വലിയ സ്ഫോടനങ്ങൾ, ആക്രമണങ്ങൾ ഒക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒസാമ ബിൻ ലാഡനെ എവിടുന്നാ പിടിച്ചത്? ഇത് ലോകത്തിനറിയില്ലേ? അബോട്ടാബാദ്, പാകിസ്ഥാനിലെ അബോട്ടാബാദിൽ നിന്നാണല്ലോ ബിൻ ലാദനെ പിടിച്ചത്. എന്ന് മാത്രമല്ല, ലോകം ആഗോള തീവ്രവാദി സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ എ തായിബയുടെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? അതുപോലെ തന്നെ ഹർക്കത്തുൽ മുജാഹിദിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എവിടെയാണ്? പാകിസ്ഥാനല്ലേ? ഇതൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ആഗോള ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സംഘടനകളാണ്. ആ സംഘടനകളൊക്കെ നിരുപാധികം വളരെ സുഖകരമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് പാകിസ്ഥാൻ്റെ. ലോകത്ത് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച ആഗോള ഭീകരന്മാരിൽ 2 പേർക്ക് അഭയം നൽകിയിരിക്കുന്നത് ഇപ്പോഴും പാകിസ്ഥാനിലല്ലേ? ഹാഫിസ് സയ്യിദ്, മസൂദ് അസർ. ഈ 2 പേരും വളരെ സുഖകരമായിട്ട് വലിയ ഗവൺമെൻറ് സെക്യൂരിറ്റിയോടുകൂടിയാണ് അവരവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ലോകത്തിന് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവർക്കൊക്കെ ഐക്യരാഷ്ട്ര സംഘടന ഇവരുടെയൊക്കെ തലയ്ക്ക് വില പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ടുകൂടിയും ഇവരെയൊന്നും പിടിക്കാനോ അറസ്റ്റ് ചെയ്യാനോ അവിടെ ജയിലിലിടാനോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിക്ക് കൈമാറാനോ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ലോ. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെ പാകിസ്ഥാനെ സംബന്ധിച്ച് അന്താരാഷ്ട്ര പ്രതിച്ഛായ എന്ന് പറയുന്നത് വളരെയധികം വലിയ രീതിയിൽ നഷ്ടമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. അതായത് ഇന്ത്യ ഈ വിഷയങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു ഇന്ത്യയാണല്ലോ. അതിൻ്റെ പിന്നാലെ പാകിസ്ഥാനും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. ആ പാകിസ്ഥാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഈ കോപ്പി പേസ്റ്റ് ഡിപ്ലോമസി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരിഹസിക്കുന്നത്. എന്നിട്ടിപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു കൗണ്ടറായിട്ട്, സ്വാഭാവികമാണ് ഇന്ത്യ ഇങ്ങനൊരു മിഷനുമായി പുറത്തേക്ക് പോകുമ്പോൾ ഒരു കൗണ്ടർ നറേറ്റീവ് ഉണ്ടാക്കേണ്ട ആവശ്യം പാകിസ്ഥാനുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ അവരുടെ പ്രതിച്ഛായ നന്നാക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ അത് വിലപ്പോകില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഭീകര സംഘടനകളുടെയും ഭീകരവാദികളുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയായി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് സംശയമില്ല. അതുകൊണ്ട് നിശ്ചയമായും വലിയ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കും. ഇനി ഈ മിഷനോടുകൂടി ഇന്ത്യ മറ്റൊരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. വളരെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് അതാണ്. അതായത് സൗത്ത് ഏഷ്യയിലെ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അത് ഇന്ത്യക്ക് ഒട്ടും തന്നെ ഗുണകരമല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളൊന്ന് നോക്കിക്കേ, ഈ പറയുന്ന മിഷൻ ഉണ്ടല്ലോ, ഈ ഡിപ്ലോമാറ്റിക് മിഷനിൽ ചൈനയിലേക്ക് നമ്മൾ ആളുകളെ വിടുന്നില്ലല്ലോ. എന്നാൽ ലോകത്തെ 2ാമത്തെ ഗ്ലോബൽ പവറല്ലേ ചൈന എന്ന് പറയുന്നത്? അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട പവറാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒപ്പം നിൽക്കുന്ന പവറാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ചൈനയിലേക്ക് ഇന്ത്യ ഒരു മിഷനെ വിടാത്തത്? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണെങ്കിൽ ആ പാകിസ്ഥാനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയം? അത്തരത്തിലൊരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ലല്ലോ ചൈന വളരെ കൗശലത്തോടുകൂടിയാണ് കാര്യങ്ങൾ നീക്കുന്നത്. ചൈന ഒരേ സമയം ബംഗ്ലാദേശിനെയും അതുപോലെ തന്നെ പാകിസ്ഥാനെയും ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ബംഗ്ലാദേശിലെ ഒരു മന്ത്രി പറഞ്ഞതെന്നറിയാമോ? ബംഗ്ലാദേശിലെ മന്ത്രി പറഞ്ഞത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ വടക്ക് കിഴക്കൻ മേഖലയിലെ 6 സംസ്ഥാനങ്ങൾ ഈ പിടിച്ചെടുക്കാമെന്നാണ്. നോക്കിയേ, ഒരു രാജ്യം പ്രഖ്യാപിക്കുകയാണ്. അതും ബംഗ്ലാദേശ് പോലൊരു രാജ്യം ഇന്ത്യക്കെതിരായിട്ട് നടത്തിയ പ്രഖ്യാപനമാണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുകയാണെങ്കിൽ നമുക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുണ്ടല്ലോ അതിങ്ങി പിടിച്ചെടുത്തേക്കാമെന്ന്. ആ രീതിയിലൊരു വളയലുണ്ട്. അതായത് എന്താ പറയുക, ട്രയാങ്കുലേറ്റ് ചെയ്യുക എന്നാണ് പറയുക. അത് മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശ് മാത്രമല്ല, അതുപോലെ
ശ്രീലങ്കയും ഇപ്പോൾ ഏറെക്കുറെ ചൈനയുടെ കയ്യിലാണ്. ആ രീതിയിൽ ഇന്ത്യ വേറൊരു രീതിയിൽ വളയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തെ വളരെ കൃത്യമായി അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമല്ല, അതിനകത്ത് ചൈനയുണ്ട്, ബംഗ്ലാദേശുണ്ട്, ശ്രീലങ്കയുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇന്ത്യ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണ്. BJP എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരു ഹിന്ദു നേഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മുസ്ലിങ്ങൾ അരക്ഷിതരാണ്, ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണ്. അതുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യക്കെതിരായിട്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഒന്നിക്കണമെന്നൊരു നറേറ്റീവ് ടർക്കി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ തുർക്കി ഇടപെട്ടുകൊണ്ട് ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് കൂടി ഗ്ലോബൽ പൊളിറ്റിക്സിൽ ഇന്ത്യക്കെതിരായിട്ട് രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെയും നമുക്ക് തടയേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാലോ, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മ തന്നെയുണ്ട്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അന്താരാഷ്ട്ര വേദികളിലൊക്കെ അവർക്ക് വലിയ നല്ല ശക്തിയുണ്ട്. പക്ഷേ ആ കൂട്ടായ്മ ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരായിരുന്നിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ നമ്മൾ ഈ 1991 ഒരു 94 ഒരു ഡിപ്ലോമാറ്റിക് മിഷനെ നമ്മൾ അങ്ങോട്ട് വിട്ടിരുന്നു, അല്ലേ? UN-ലേക്ക് വിട്ടിരുന്നു. ഈ ജമ്മു കാശ്മീർ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് UN-ലേക്ക് വിട്ടപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അടൽ ബിഹാരി വാജ്പേയി ആണ് അന്ന് പ്രതിപക്ഷ നേതാവ്. അദ്ദേഹമാണ് ആ ഡെലിഗേഷനെ നയിച്ചത്. അന്ന് അവിടെ പോയപ്പോഴത്തേക്കുണ്ടല്ലോ, ഈ പാകിസ്ഥാന് പിന്തുണ നേടാൻ വേണ്ടി ഇസ്ലാമിക് കൺട്രികളിലൊക്കെ പോയിട്ട് പാകിസ്ഥാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതിലൊരു നല്ല വിഭാഗം ജനങ്ങൾ, നല്ല വിഭാഗം രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത് ഏകപക്ഷീയമായി പാകിസ്ഥാനെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളെയോ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളല്ല. എന്നാൽ തുർക്കി ഇക്കാര്യത്തിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ ഇസ്ലാമിക് രാജ്യങ്ങളെ ഇന്ത്യക്കെതിരാക്കാൻ ശ്രമിക്കുന്നു. അപ്പം നമ്മളുടെ മിഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ 3 മിഷനാണുള്ളത്. ഒന്ന്, നിശ്ചയമായും ഈ പഹൽഗാമിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ നടത്തിയ സ്ട്രൈക്ക്, ആ സ്ട്രൈക്കിനെതിരായിട്ട് മിലിറ്ററി അറ്റാക്ക് നടത്തി, സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്തു. ആ രീതിയിൽ ഒരു ചീറ്റിംഗ് തന്നെ പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അതേപോലെ സൗത്ത് ഏഷ്യയിലെ ഈ ജിയോ പൊളിറ്റിക്സ് മാറുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കുണ്ടായിട്ടുള്ള അരക്ഷിതത്വത്തെ അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിനകത്ത് ചൈന പുലർത്തുന്ന കൗശലത്തെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. മൂന്നാമത്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ഇന്ത്യക്ക് എതിരാക്കാനുള്ള നീക്കം നടത്തുന്നതിനെയും പ്രതിരോധിക്കുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട മിഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാൻ എന്താണെന്ന് ലോകത്തിനറിയാം, എല്ലാ ലോക രാഷ്ട്രങ്ങൾക്കും അറിയാം, എല്ലാ ലോകരാഷ്ട്ര നേതാക്കൾക്കും അറിയാം. അവരുടെ ഏതൊക്കെ ഡിപ്ലോമാറ്റിക് മിഷനുമായിട്ട് പോയാൽ പോലും അവിടെയാണ് ഹാഫിസ് സയ്യിദ് ഉള്ളത്, അവിടെയാണ് മസൂദ് അസർ ഉള്ളത്, അവിടെയാണ് ലഷ്കർ-ഇ തോയ്ബ ഉള്ളത്, അവിടെയാണ് ഹർക്കത്തുൽ മുജാഹിദീൻ ഉള്ളത്, അവിടെയാണ് ജയ്ഷെ മുഹമ്മദ് ഉള്ളത്. ഈ പറയുന്ന എല്ലാ ഭീകര സംഘടനകളുടെയും ഒരു പ്രഭവ കേന്ദ്രമായിട്ട് പാകിസ്ഥാൻ നിൽക്കുമ്പോൾ പാകിസ്ഥാന് ഒരു നിലവാരത്തിലും അന്താരാഷ്ട്ര സമൂഹത്തിൽ ഒരു പിന്തുണ നേടാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഈ മുർദിക്കയിൽ നമ്മൾ കയറി അടിച്ചായിരുന്നല്ലോ. ആ അടിച്ചത് ഏത് സ്ഥല? ലഷ്കർ-ഇ തായ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അടിച്ചത്. എന്നിട്ട് ഇപ്പോൾ അവിടുത്തെ മന്ത്രി എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം, അവിടുത്തെ സർക്കാർ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? ആ മുർദിക്കയിൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കും എന്നാ പറഞ്ഞു കൊടുക്കും, തിരിച്ചു പണിഞ്ഞു കൊടുക്കും. എങ്ങനെ? സർക്കാരിന്റെ പൈസ കൊടുത്തിട്ട് അത് തിരിച്ചു പണിഞ്ഞു കൊടുക്കും. ആ സ്ഥാനം IMF-ന്ന് കിട്ടിയ പൈസ, ആ പൈസ എടുത്തിട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കാര്യം? അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു മോസ്ക് ആയിരുന്നു എന്നാണ്. ശരിയാണെന്നേ, ആ മോസ്കിന്റെ മറവിലാണ് അവിടെ ഒരു ട്രെയിനിങ് ക്യാമ്പ് നടന്നിരിക്കുന്നത്. ആ ഭീകരവാദികളെ ട്രെയിൻ ചെയ്യിക്കുന്ന ക്യാമ്പ് നടത്തിയിരുന്നത്. ഈ രീതിയിലാണ് പാകിസ്ഥാൻ ഓരോ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. 11 നിബന്ധനകളാട്ടോ IMF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ലോൺ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഉപാധികളല്ല കേട്ടോ, നിബന്ധനയാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര പലിശ കൊടുക്കണം, ഇത്ര മാസങ്ങൾക്കുള്ളിൽ പൈസ തിരിച്ചടക്കണം, ഇത്ര വർഷത്തിനുള്ളിൽ ഈ കടം തീർക്കണം. ഇതൊക്കെയാണ് ഉപാധികൾ. നിബന്ധനകൾ എന്താണെന്നറിയാമോ? 11 നിബന്ധനകളങ്ങ് വെച്ചിട്ടുണ്ട്. ഇന്ന ഹെഡ്സിലെ പണം ചിലവാക്കാൻ പാടുള്ളൂ, അതിനകത്തൊരു വയലേഷൻ ഉണ്ടാകാൻ പാടില്ല എന്ന് ആദ്യമായി IMF പാകിസ്ഥാന് മുന്നിൽ ഉപാധി വെച്ചിരിക്കുകയാണ്. $100 കോടി അവർക്ക് കൊടുക്കാൻ പോകുന്നത്. അതിന് കൃത്യമായ ഉപാധികൾ വെച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഡിപ്ലോമാറ്റിക് മിഷനെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ്, ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇക്കാര്യത്തിൽ ഇന്ത്യയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദം ഉണ്ടല്ലോ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദം, ആ ഭീകരവാദത്തിൽ ഇന്ത്യക്കൊപ്പമായിരിക്കും ലോകരാഷ്ട്രങ്ങൾ നിലപാടെടുക്കുക എന്ന കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. Meet the editors.